സ്കോട്ട് ആഡംസ് ടെക്നിക്ക് ഒരു വലിയ ലക്ഷ്യം, ഒരു പ്രധാന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണിത്. ഇന്ത്യയിലും കേരളത്തിലും ഒന്നും അധികം പ്രചാരത്തിലുള്ളതായി കണ്ടിട്ടില്ല. പക്ഷെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇത് ഏറെ പ്രചാരമുള്ള ടെക്നിക്കാണ്, ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ടെക്നിക്കുമാണ്. ഒരുപക്ഷെ ഇത് കേരളത്തിലൊക്കെ അധികം പ്രചാരം നേടാതെ പോയതിന്റെ കാരണം ഇതൊരു കേൾക്കുമ്പോൾ ഒരു ത്രില്ലിംഗ് ആയി തോന്നുന്ന ഒരു ടെക്നിക്കല്ല. കേരളത്തിലൊക്കെ ഒരുപക്ഷെ കേൾക്കുമ്പോൾ തന്നെ ത്രില്ലിംഗ് ആയി തോന്നുന്ന ടെക്നിക്കുകളോടാണ് കൂടുതൽ ഒരു ആഭിമുഖ്യം എന്ന് തോന്നുന്നു. ഇത് കേൾക്കുമ്പോൾ അത്ര ത്രില്ലിംഗ് ഒന്നുമല്ല, പക്ഷേ റിസൾട്ട് ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ടെക്നിക്കാണ്. 2010 വരെയുള്ള ചില സർവേകൾ, അതിനുശേഷം എനിക്കറിയില്ല, 2010 വരെയുള്ള ചില സർവേകൾ പറയുന്നത് 2010 വരെ ചെയ്ത എല്ലാവർക്കും റിസൾട്ട് എന്നുള്ളതാണ്. അത് ചെയ്ത എല്ലാവർക്കും റിസൾട്ട് എന്നൊരു സർവേ 2010 അതിന്റെ റിസൾട്ട് ഞാൻ കണ്ടിരുന്നു. ഏതായാലും ആ ടെക്നിക്ക് വളരെ സിമ്പിളാണ്. ഒരു ലക്ഷ്യം, ഏറ്റവും പ്രധാന ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യമുള്ള ലക്ഷ്യം, ഏറ്റവും വലിയ ലക്ഷ്യം, ആ ലക്ഷ്യം ഒരു വാചകമാക്കി തയ്യാറാക്കിയിട്ട്, ആ വാചകം എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു തരാം. ഒരു വാചകമാക്കി തയ്യാറാക്കിയിട്ട് അതിനായി ഒരു ബുക്ക് വെക്കണം. ആ ബുക്കിൽ ഒരു ദിവസം 15 പ്രാവശ്യം എഴുതുന്നു. ചിലത് കേട്ടിട്ടുള്ളവരുണ്ടാകാം. ഒരു ദിവസം 15 പ്രാവശ്യം എഴുതുന്നു. അത് 6 മാസം തുടരുന്നു. അതാണ് സ്കോട്ട് ആഡംസ് ടെക്നിക്ക്. വളരെ സിമ്പിളാണ്. 6 മാസത്തിനുള്ളിലോ അതിനോട് അടുത്തോ ആ ലക്ഷ്യം നടക്കുമെന്നാണ് 2010 ആ സർവേ പറയുന്നത്. ചെയ്ത എല്ലാവർക്കും റിസൾട്ട് എന്നൊരു സർവേ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ ടെക്നിക്ക് എങ്ങനെയാണ് ശരിയാംവിധം നടപ്പാക്കുക എന്ന് നോക്കാം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. അപ്പൊ അത് വെച്ച് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ രൂപപ്പെടുത്തിയാൽ മതി. അവനവന്റെ പേര് ചേർത്തുകൊണ്ട്, ഞാൻ രവി 5 ലക്ഷം രൂപ മാസ വരുമാനം നേടും, ഞാൻ രവി 5 ലക്ഷം രൂപ മാസ വരുമാനം നേടും. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ രാജീവ് കുമാർ പ്രൊഫഷണൽ ട്രെയിനർ ആകും, ഞാൻ രാജീവ് കുമാർ പ്രൊഫഷണൽ ട്രെയിനർ ആകും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ രൺദേവ് 1ാം നിര സിനിമാ താരമാകും, ഞാൻ രൺദേവ് 1ാം നിര സിനിമാ താരമാകും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഞാൻ സോന പിന്നണി ഗായികയാകും, ഞാൻ സോന പിന്നണി ഗായികയാകും. ഞാൻ ശാലിനി ഭരതനാട്യം 1ാം സ്ഥാനം നേടും, ഞാൻ ശാലിനി ഭരതനാട്യം 1ാം സ്ഥാനം നേടും. ഞാൻ സിദ്ദീഖ് ദുബായിൽ നല്ലൊരു ബിസിനസ് സംരംഭം പടുത്തുയർത്തും. ഈ രീതിയിലാണ് ആ വാചകം തയ്യാറാക്കേണ്ടുന്നത്. ഇത് ഒരു ലക്ഷ്യമാണ് സ്കോട്ട് ആഡംസ് ടെക്നിക്കിന് വേണ്ടി 6 മാസക്കാലം ഉപയോഗിക്കാൻ കഴിയുക. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യം ഉപയോഗിക്കാം. പല വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ എഴുതുന്ന വേറെ ടെക്നിക്ക് ഉണ്ട്. അതും ഇതും കൂടെ കൺഫ്യൂഷൻ അവിടെ മിക്സ് ചെയ്യേണ്ട, അത് വേറെയാണ്. വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി എഴുതുന്ന വേറെ ടെക്നിക്ക് ഉണ്ട്. ഇത് അതല്ല സ്കോട്ട് ആഡംസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യം മാത്രം ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഒരു സമയം ഉപയോഗിക്കാൻ കഴിയുന്ന ടെക്നിക്കാണ്. അത് ആ ഒരു ലക്ഷ്യം അച്ചട്ടായി നടപ്പാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതായാലും നമുക്ക് ഇനി ഇത് ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം. ആ ബുക്ക് കൂടെ കൊണ്ടു നടക്കണം. അത് ഒരു ദിവസം പോലും മുടങ്ങാതെ എഴുതണം എന്നാണ് പറയുന്നത്. ആ ഒരു ദിവസം പോലും മുടങ്ങാതെ എഴുതിയവർക്കാണ് ആ റിസൾട്ട് 100% ആ സർവേ പറയുന്നത്. ഒരു ദിവസം പോലും മുടങ്ങാതെ എഴുതണം. എന്തെല്ലാം യാത്രകളോ എന്തെങ്കിലും സംസ്കാര ചടങ്ങുകളോ എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ ടെക്നിക്ക് മുടങ്ങരുത്. അതൊരു കോഴ്സായി ചെയ്യണം. 6 മാസം. അതിനായി ആ ബുക്ക് നമ്മുടെ യാത്രകളിലൊക്കെ നമ്മുടെ സന്തത സഹചാരിയായി നമ്മുടെ ബാഗിലോ നമ്മുടെ കൂടെയോ ആ ബുക്ക് ഉണ്ടാകണം. ഏത് സമയത്തും എഴുതാം. ഇന്ന സമയമൊന്നുമില്ല. ഒരു പക്ഷേ രാത്രി 11 മണിക്കാണ് എഴുതിയത്, ഇന്ന് രാത്രി 11 മണിക്കാണ് എഴുതിയത്, നാളെ രാവിലെ ഒരു യാത്രയുണ്ട്, നാളെ രാവിലെ 5 മണിക്ക് എഴുതാം. ആ ദിവസം, ആ 24 അവേഴ്സിനുള്ളിൽ എപ്പോഴെങ്കിലും എഴുതുക എന്നുള്ളതാണ്. ദിവസത്തിൽ ഒരു പ്രാവശ്യം 15 പ്രാവശ്യം. ആ 15 പ്രാവശ്യം എഴുതുന്നത് ഒറ്റ ഇരിപ്പിനാണ് എഴുതേണ്ടത്. രാവിലെ 4 പ്രാവശ്യം എഴുതി, പിന്നെ ഉച്ചയ്ക്ക് 3 പ്രാവശ്യം എഴുതി, അങ്ങനെ 15 പ്രാവശ്യം ഫില്ല് ചെയ്താൽ പോരാ. ഒരു സംശയവും ഇല്ലാതെ പോകാൻ വേണ്ടിയാണ് അത്രയും ബാലിശമായി വിശദീകരിക്കുന്നത്. ഒറ്റ ഇരിപ്പിനാണ് ആ 15 തവണ എഴുതേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അതിന് അഡീഷണൽ ആയി ഒരു കാര്യം കൂടെ ചെയ്യാം. അത് സ്കോട്ട് ആഡം പറഞ്ഞിട്ടുള്ളതല്ല. സ്കോട്ട് ആഡംസ് ടെക്നിക്ക് എന്നാൽ അതിന്റെ ഉപജ്ഞാതാവിന്റെ പേര് തന്നെയാണ് ആ ടെക്നിക്കിന് വന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു മെച്ചപ്പെട്ട ഒരു കൈകടത്തലാണ് അത് നമുക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. മൾട്ടിപ്പിൾ കളർ കൊണ്ട് പല കളർ കൊണ്ട് ആദ്യത്തെ ഒരു വരി ഒരു കളർ കൊണ്ട്, അടുത്ത വരി മറ്റു കളർ കൊണ്ട്, മറ്റേ വേറൊരു കളർ കൊണ്ട്, അങ്ങനെ കളർ ചേഞ്ച് ആയി എഴുതുകയാണെങ്കിൽ നമ്മുടെ വിഷ്വൽ ഇൻഫ്ലുവൻസിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സ്വാധീനിക്കുമെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അതിനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 4 കളറൊക്കെ ഉള്ള ഒരു പെൻ ഉണ്ടാവുമല്ലോ, 4 കളറുള്ള റീഫിലുള്ള ഒരു പെൻ, അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിർബന്ധമില്ല. കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെങ്കിൽ പറഞ്ഞു തന്നുവെന്നേ ഉള്ളൂ. ഒരു കളറിന്റെ പെൻ ഉപയോഗിച്ചാലും മതി. ഇനി ചിലർക്കൊരു സംശയം വരാൻ സാധ്യതയുള്ളത്,
പറയുന്നത് എല്ലാവർക്കുമല്ല, മോഡേൺ മൈൻഡ് പവർ ടെക്നിക്കുകളെ കുറിച്ച് അത്യാവശ്യം ധാരണയുള്ളവർക്ക് വരാവുന്ന ഒരു സംശയമാണ്, ഇത് ഫ്യൂച്ചർ ടെൻസ് അല്ലേ, ടെൻസ് ബാധകമല്ലേ എന്നുള്ളത്. വാസ്തവത്തിൽ ടെൻസ് ബാധകമേ അല്ല. സബ് കോൺഷ്യസിന് ടെൻസ് ഇല്ല എന്നുള്ളൊരു സൈക്കോളജി മറന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അറിയാതെയാണ് അത്തരം ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് ഞാനൊരു ഏതോ ഒരു വീഡിയോയിൽ ചെറുതായി ചെയ്തിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചൊരു ഒരു ഫുൾ വീഡിയോ തന്നെ ചെയ്യാം. അതൊരു മോഡേൺ മൈൻഡ് പവർ അന്ധവിശ്വാസമാണ്. അത് നമുക്ക് മാറ്റാനുള്ള അതിന്റെ സയന്റിഫിക് വശങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്യാം. ഏതായാലും ഇവിടെ ഈ സ്കോട്ട് ആഡംസ് ടെക്നിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതങ്ങ് ചെയ്താൽ മതി. വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. അധികം അത് കാണാനില്ല. വെസ്റ്റേൺ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ആളുകളുടെയാണ് കാണാനുള്ളത്. അധികം ഇംഗ്ലീഷ് വീഡിയോകളാണ് ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നത് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത്. വളരെ അപൂർവമേ കണ്ടുള്ളൂ, അത്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്ക്. ഏതായാലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. ഏതായാലും സ്കോട്ട് ആഡംസ് ടെക്നിക്ക് ഈ രീതിയിലാണ്. ഏതായാലും ജീവിതത്തിന്റെ നാനാ മേഖലകളിലുമുള്ള ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും നടപ്പാക്കാനുള്ള ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അതിനാവശ്യമായി മനഃശക്തികൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, മനസ്സിന്റെ ശേഷികൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എങ്ങനെ സഫലമാക്കാമെന്നുള്ള തിയറികളും ടെക്നിക്കുകളും അടങ്ങുന്ന വീഡിയോകൾ നിരവധി ഈ ചാനലിലുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവർ മറ്റു വീഡിയോകൾ കൂടെ ഒന്ന് നോക്കുക. ഇതൊരു ചെറിയൊരു ടെക്നിക്കാണ്. വളരെ പവർഫുൾ ആയ മറ്റ് നിരവധി ടെക്നിക്കുകളുടെ വീഡിയോകൾ ഈ ചാനലിലുണ്ട്. ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക്